ഹലോ ഗൈസ്, ഇർഫാനാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലത്ത് വെള്ളയിട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരു നല്ലൊരു ഉഗ്രൻ റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ടർക്കിഷ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഒരു അടിപൊളി ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇന്ത്യൻ, ടർക്കിഷ്, ചൈനീസ്, ഇറ്റാലിയൻ പോലത്തെ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാ, വരികയല്ലേ? എന്നാ വാ മച്ചാൻ വരെ. അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ നമ്മുടെ മാനേജറായ മജീദ് ഭായ് നമ്മളെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ. സംഗതി അടിപൊളിയാണ്. നമ്മൾ വന്നപ്പോഴേ ആദ്യം ശ്രദ്ധിച്ചത് ഈ കടയുടെ ആംബിയൻസ് ആണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ നല്ലൊരു അടിപൊളി ജ്യൂസ് കോർണറും കാണാം. നല്ല രീതിക്കുള്ളൊരു വാൾ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്ന നല്ലൊരു ഷോപ്പാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്പേസ് ഉള്ളൊരു ഷോപ്പാണ്. ഏകദേശം ഒരു 200ഓളം സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു ഷോപ്പാണ്. നമുക്കൊരു വലിയ ട്രാവലിങ്ങോ ട്രിപ്പൊക്കെ ഇങ്ങോട്ടോ പോകുമ്പോൾ ഫാമിലി ആയിട്ട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി. കസ്റ്റമേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ നോക്കിയാൽ കാണാം, നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാർട്ടി മീലോ അല്ലെങ്കിൽ പാർട്ടി ഹാളൊക്കെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലൊന്ന് പോയി കണ്ടിട്ട് വരാം. വാ. സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേട്ടോ. നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ്. ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെയൊക്കെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ ഫങ്ഷനൊക്കെ വെക്കാനായിട്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുണ്ട് കേട്ടോ. എന്താ പറയുക, നൈസാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നൈറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നൈസ് സ്പേസാണ് നമ്മുടെ ടർക്കിഷ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോയപ്പോൾ ടർക്കിഷിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ് ഈ അൽഫാമും ടിക്കയും കബാബൊക്കെ. ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ലൈവായിട്ട് ഫിഷ് ഗ്രില്ലൊക്കെ ചെയ്തു തരും. ഇതാണ് ഇവിടുത്തെ മിക്സ്ഡ് ഗ്രില്ല് കോംബോ. ഇതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഒരു വലിയൊരു ഫാമിലി നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ടർക്കിഷിൽ. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഭക്ഷണവും സർവീസിങ് കാര്യങ്ങളും? ഇപ്പോൾ ആംബിയൻസ് ഒരു ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു ചെറിയൊരു ഫാമിലി പറ്റിയൊരു സ്ഥലമാണ്. ആംബിയൻസ് മീൻസ് ഇപ്പോഴുള്ള ഹോട്ടലുകളിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആംബിയൻസ്. അപ്പോൾ ചിക്കൻ്റെ കുറേ വെറൈറ്റീസും ഉണ്ട്. അതൊക്കെ ഒന്നിനൊന്ന് ബെസ്റ്റായിരുന്നു. സ്ഥിരമായിട്ട് വരുന്നതാണോ നിങ്ങൾ? ഞാൻ എനിക്ക് തോന്നുന്നൊരു ഒരു വർഷത്തിന് മുമ്പ് വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഫാമിലി ആയിട്ട് വരാൻ സമയം കിട്ടിയപ്പോഴാണ്. ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവരിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. എന്നോട് ആദ്യം തന്നെ കണ്ടപ്പോൾ അവരെല്ലാം കൊണ്ടുവന്ന് ഇവരാണ്. ഇവർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു സ്ഥിരമായിട്ട് വരുന്നതാണ്. ഷാർജ ഷേക്ക് ഫേവറേറ്റ് ആണ്. എങ്ങനെയുണ്ട് പോലെ ഫുഡ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്നെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണോ? ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. കാണാം. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടനെ കഴിക്കണം. അപ്പോൾ നമുക്കെല്ലാം എങ്ങനെയുണ്ടത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടർക്കിഷിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്ന കസ്റ്റമേഴ്സാണ്. എന്താണ് കഴിച്ചത്? സ്റ്റാർട്ടേഴ്സ് കഴിച്ചു, പിന്നെ മെയിൻ കോഴ്സ് അൽഫാം കഴിച്ചു, ഒരു മിക്സഡ് പ്ലേറ്റ് ഗ്രില്ല് കഴിച്ചു, പിന്നെ ജ്യൂസസ് കഴിച്ചു. ഫുഡ് നല്ലതായിരുന്നു. ആക്ച്വലി ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഫാമിലി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടമായി. നല്ലതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ അടിപൊളിയാണ്. സർവീസിങ് എല്ലാം നൈസാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് അടിപൊളി. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടറിലായിരുന്നു. മറ്റേ ഹോട്ട് ആൻഡ് സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ ഇവിടുത്തെ ചില്ലി ചിക്കൻ, അറബിക് ഫുഡും അതെല്ലാം ഇവിടുത്തെ തുർക്കിഷ് കുറച്ച് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. കോമ്പോസ് നൈസായി ട്രൈ ചെയ്യണം. അടിപൊളി ഫുഡിയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടു ഫുഡെല്ലാം. റൈസസ്, പാസ്ത എല്ലാം നല്ല ടേസ്റ്റാണ്. ഡ്രാഗൺ ചിക്കൻ ഇവിടുന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഡ്രാഗൺ ചിക്കൻ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. നൈസാണ്. നല്ല ആംബിയൻസ്. പാസ്ത അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നൈസാണ്.
നല്ല ആംബിയൻസ്. ബർത്ത്ഡേ ആയിട്ട് വന്നതാ, ഇതാണ് birthday. സർപ്രൈസ് ആയിട്ട് വന്നതാ. ആക്ച്വലി ആംബിയൻസ് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഒതുക്കത്തിൽ നിന്ന് ഒരുപാട് ക്രൗഡ് ഇല്ലാത്ത ഈവൻ ഡെസേർട്സ് നല്ലത് മസ്റ്റ് ട്രൈ സ്ഥലമാണ്. ഫുഡ് കൊള്ളാം. ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഇവിടുത്തെ മിക്സ് ഗ്രില്ലാണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ്. മിക്സ്ഡ് ഗ്രില്ലാണ് ഇവിടുത്തെ ഒരു മെയിൻ കോഴ്സ്. ഞങ്ങൾക്ക് ഇഷ്ടമായ. അപ്പം ഈ പ്രാവശ്യത്തെ സെലിബ്രേഷനായിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം കൂടെ ഇവിടെ തന്നെ വന്നു. ഫുഡ് വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡെല്ലാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. എന്തൊക്കെയാണ് കഴിച്ചത്? ആംബിയൻസ് ആണല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. അതുപോലെ ഇവിടുത്തെ പ്രൈവസി അല്ല അല്ലേ? നമുക്ക് അധികം ബഹളവും തിരക്കൊന്നുമില്ല. ഇല്ല ഇല്ല, നല്ല ഫുഡെല്ലാം നല്ല സ്പെഷ്യലി കബാബ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഇഷ്ടമായി. ഇവിടുത്തെ ഫുഡും കൊള്ളാം, നല്ല ടേസ്റ്റി കബാബ്സൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടർക്കിഷിൻ്റെ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്നതാണ് ഇവിടുത്തെ മിക്സ്ഡ് ഗ്രില്ല് കോംബോ. അത് നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ അതേ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ കുഴിമന്തി റൈസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടിപൊളി നല്ലൊരു തിരക്കായിരുന്നു. ഒരുപാട് ഫാമിലിക്ക്, എനിക്ക് തോന്നുന്നു ഫാമിലികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ ഈ കിഡ്സിനൊക്കെ വന്ന് അധികം വലിയ ക്രൗഡോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ നമ്മുടെ ഒരു ആംബിയൻസിനും പ്രൈവസിക്കൊക്കെ ബെറ്റർ ആയിട്ടിരിക്കുന്ന നല്ലൊരു ഷോപ്പാണ് നമ്മുടെ കൊല്ലത്തുള്ള ടർക്കിഷ് ഗവൺമെൻറ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഷോപ്പെല്ലാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ മാനേജറായ മജീദ്ക്ക. മജീദ്ക്ക എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ മജീദ്ക്ക വഴിയാണ് ഞാനിവിടെ വരുന്നത്. എന്താ പറയുക, നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നോർമൽ മന്തി റൈസാണിത്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന മന്തി റൈസ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതെ നമുക്കിവിടെ നോക്കിയാൽ കാണാം ചെറിയ ഇതിൻ്റെയൊക്കെ സൈഡായിട്ടുള്ള ഡിപ്പ്, മയോ, സൽത്ത, ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതെന്താ സ്പെഷ്യൽ മിക്സ്ഡ് ഗ്രില്ലാണ്. ഇതിനകത്ത് നമുക്ക് നല്ല പ്രോൺസ് ഉണ്ട്, ചിക്കനുണ്ട്, കബാബുണ്ട്, പിന്നെ നമ്മുടെ ഗ്രിൽഡ് അൽഫാം ഗ്രില്ലുണ്ട്, പിന്നെ നല്ലൊരു ഫിഷുണ്ട്. ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ റെഡ് ബെല്ലി ഉള്ള ഫിഷ് ഗ്രില്ലാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കറക്റ്റ് നമുക്കറിയാം. നമ്മളെല്ലാം തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നമ്മുടെ ടർക്കിഷ് ഗവൺമെൻറ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതായിട്ട് നമുക്ക് കുറച്ച് റൈസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് അറിയാവുന്നതാണ്. ഇവിടുത്തെ ഈരാറ്റുപേട്ടയിൽ തൊട്ടുള്ള നമുക്കൊരു കണക്ഷനാണ്. അതുമാത്രമല്ല ഇവരുടെ സർവീസിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ എല്ലാവരും പറയും. നല്ല സ്റ്റാഫുകളുടെ പെരുമാറ്റം. ഒരു കടയിൽ നമ്മൾ എന്താ പറയുക, നമ്മളൊരു കടയിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് ഫുഡിനെല്ലാം അപ്പുറം അതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതനുസരിച്ച് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുള്ളൂ. ശരിയാണോ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ചെറുതായിട്ട് നമുക്കിവിടെ നല്ല മയമുണ്ട്. ബീഫ് സ്റ്റീക്ക്, ചിക്കൻ സ്റ്റീക്ക്, ഇതൊന്നും അതാണ് ഞാൻ പറയാൻ പറ്റുമത്. ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി കഴിക്കാം. അത്യാവശ്യം എനിക്ക് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ നമ്മളെല്ലാം ഒന്ന് തുടങ്ങി വെക്കുകയാണ്. നിങ്ങളായിട്ട് വന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം എല്ലാവരും കഴിച്ചതിൻ്റെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് കണ്ടില്ലേ. എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങളെല്ലാം കഴിച്ച കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയാണ്. നമുക്ക് എന്തൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് എന്താ ഫിഷിൽ തുടങ്ങാം. എന്താ പറയുക, നല്ല മസാലയാണ് കേട്ടോ. അത് നമുക്ക് ഇവരുടെ മുകളിലൂടെ നമുക്കൊന്ന് കഴിയും. എൻ്റെ പൊന്നെ, എന്താ പറയുക, ഇത് കണ്ടതേ ഇങ്ങനെ ഇരിക്കണം ഫിഷ്. നല്ല ചൂടുണ്ടേ. നമ്മളൊന്നുമില്ല കേട്ടോ, നമ്മളൊന്നുമില്ല. ഈ റൈസിലോട്ട് അങ്ങ് വെക്കുക, കുറച്ച് ഡിപ്പ് അങ്ങ് എടുക്കുക, എന്നിട്ട് ഇതേ അതെ എന്ത് സ്മെൽ നമുക്ക് സ്മെല്ലാണ്.
എന്താ ടേസ്റ്റ്, നല്ല ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഈ റൈസിൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ ഒന്ന് റൊമാലിയുടെ കൂടെ കഴിക്കാം. ഓ, അത്യാവശ്യം സ്പൈസിനെസ്സും ഉണ്ട്, ബട്ട് ടേസ്റ്റിയാണ്. നല്ല എരിവുണ്ട്, പക്ഷേ ടേസ്റ്റിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. നല്ല അടിപൊളി. ഇത് ഏറ്റവും മൂവിങ് ഉള്ള സാധനമാക്കുക. തീർച്ചയായിട്ടും നല്ല ആൾക്കാർ ഓർഡർ ചെയ്തതാണ്. നമ്മൾ ഫിഷ് മന്തി ഇപ്പോൾ മൂവിങ് ആയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ റൊമാലി നമ്മളെല്ലാം കൂടുതലും കഴിച്ചിരിക്കുന്ന ഇതാണ്, മറ്റേ ചിക്കനും ബീഫും മട്ടനൊക്കെയാണ്, വാരിയല്ല അങ്ങനത്തെ ഐറ്റമൊക്കെയാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ഇതാണ്. പിന്നെ നമ്മൾ ഇന്ന് സ്റ്റോക്ക് ഇല്ല, കഴിഞ്ഞതാണ് ബീഫ് റിബ്സ്. ബീഫ് റിബ്സ് ഇത് കഴിഞ്ഞു പോയി. ഇന്നത് എല്ലാം നല്ല മൂവിങ് ആണ്. ഇവിടെ ഐറ്റങ്ങളെല്ലാം നല്ല മൂവിങ് ആണ്. ബീഫ് കബാബ് ഉണ്ട്, ഇത് നോക്കി ചിക്കൻ കബാബ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ നല്ല സോഫ്റ്റ്. എൻ്റെ പൊന്ന്, ഇതെന്താ ഇത് ബീഫ് തന്നെയാണോ? ഇത് നോക്കി, നല്ല സോഫ്റ്റാണ്. ഇത് നോക്ക്, ചുമ്മാ പറയാം. നല്ല കബാബാണ് ഇത്. കബാബ് ഇത് ശരിക്കും റൊമാലി കോമ്പിനേഷൻ ആണ് ഇത് അല്ലേ? പക്ഷേ ഇതിന് കൂടെ റൊമാലിയാണ് കൂടുതൽ. റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ സ്പെഷ്യൽ ഗ്രില്ലിൽ പ്രോൺസ് വരും, വിങ്സ് ഉണ്ടാവും, ടിക്ക കബാബ്. നല്ലത്. നമ്മുടെ പ്രോൺസ് ആണ് കേട്ടോ. ഒന്നത് ഞാൻ ആദ്യം അതൊന്നും അല്ല കഴിക്കുന്നത്. ഈ തല കൂട്ടി ചുമ്മാ കഴിക്കണം. അതെ, ഈ തല ഉണ്ട് പ്രോൺസിൻ്റെ. തലക്കല്ല ടേസ്റ്റ് അല്ലേ? വിശുദ്ധ തലയാണ്. ഇത് ചവച്ചുണ്ടാവും. ഈ വിങ്സിൻ്റെ ഇതാണോ അല്ല? താഴെയുള്ള കബാബ്, ഇത് പ്രോൺസ്, പ്രോൺസ്, ടിക്ക. ഇത് ടിക്കയാണേ. ടിക്കയുടെ ഒരു ഇതാണ്. നമുക്കെല്ലാം മിക്സ്ഡാണ്. എല്ലാം വേറെ വേറെ മസാലയാണ്. അതാണ് മെയിൻ ടേസ്റ്റ്. എല്ലാം വേറെ വേറെ മസാലയാണ്. പ്രത്യേകം എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ട്രിവാൻഡ്രം റൂട്ടാണല്ലേ? ട്രിവാൻഡ്രം റൂട്ടാണ്, ഹൈവേ ആണ്. പിന്നെ അതുപോലെ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ, അതെ തന്നെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ. അതോടൊപ്പം നമ്മുടെ ഇവിടെ സീറ്റിങ്ങിൻ്റെ കാര്യം 200ഓളം സീറ്റിംഗ് ആണ് കേട്ടോ. നല്ല സ്പേസാണ്, നല്ല ഡൈനിങ് സ്പേസാണ്, ഫുൾ എ സി ആണ് കേട്ടോ. 2 ഫ്ലോറുണ്ട്, താഴെയും മുകളിലും ഉണ്ട്. നല്ല സ്പേസാണ്. നമുക്കിവിടെ ഒരു 3-4-5 ബസ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സെപ്പറേറ്റ് ഉണ്ട്. കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്, 2 വീലർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കൊല്ലത്ത് വരുമ്പോൾ വെള്ളേട്ടമ്പലം മിസ് ചെയ്തേക്കരുത്, ടർക്കിഷിനെ മറന്നേക്കരുത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ടിഷ്യൂ ബർഗർ തിന്നുമ്പോൾ വേണ്ട ഒരു സാധനമാണ്. ടിഷ്യൂ കൂടെ ഇല്ലെങ്കിൽ മുഖം മൊത്തം കച്ചറയാണ് അല്ലേ? നല്ല ചൂടുണ്ട് അല്ലേ? ലൈവാ ഒന്നും വെച്ചോണ്ടിരിക്കില്ല. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ കഴിച്ച സാധനത്തിനൊക്കെ ചൂടുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ടർക്കിഷിൻ്റെ സ്പെഷ്യൽ ഫലൂദയാണല്ലേ? ഒരുപാട് കട്ട് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യുന്നുണ്ടല്ലേ? നട്ട്സും ഐറ്റങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ആഡ് ആവുന്നുണ്ട്. എത്ര വർഷമായി ഫീൽഡിൽ? അതൊന്ന് കേൾക്കാം. ഇതിൽ സത്യം പറഞ്ഞാൽ 10-12 വർഷമായി. 12 വർഷമായിട്ട് ഈ ഫീൽഡിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ മജീദ് ഭായ്. ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എറണാകുളം മുതൽ
ഈരാറ്റുപേട്ട നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ്, വന്ന് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നെയ്ബറും കൂടിയാണ് ഇപ്പോൾ അല്ലേ? അതെ നെയ്ബറും കൂടിയാണ് കേട്ടോ. ഇത് എടുത്ത് പറയാം, നമ്മുടെ അടുത്ത് തന്നെയാണ് താമസം, ഫാമിലി ആയിട്ടെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മജീദ് ബൈയുടെ സൺ നമ്മുടെ ദോസ്താണ്. അങ്ങനെ എന്ത് സ്കൂപ്പാണ്, നല്ല ടേസ്റ്റാണല്ലോ. ബട്ടർ സ്കോച്ചാ? ഇത് നല്ല കാണാൻ പറഞ്ഞത് നല്ല കട്ട് ഫ്രൂട്ട്സ് വിത്ത് കസ്കസ് നട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെള്ളേട്ടി അമ്പലത്തിൻ്റെ അല്ലേ മെയിൻ ഭാഗം മെയിൻ ഹൈവേയിലാണ് നമ്മുടെ ടർക്കിഷ് ഗവൺമെൻറ് സ്ഥിതി ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്, മസ്റ്റായിട്ട് ഡ്രൈവ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതെ ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം നമ്മുടെ മാനേജറായ മജീദ് ഭായ് വരെ സെറ്റ് ചെയ്ത് തരും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇക്കയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ കമ്പനി ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഡ്രൈവ് ഔട്ട് ചെയ്യുക. എന്ത് കാര്യത്തിനും മജീദ് ഭായെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂളുകളെല്ലാം ഓപ്പൺ ആകുകയാണ്, ഇനി ടൂറുകൾ വരാം അല്ലേ? വരുമ്പോൾ എല്ലാം നമ്മൾ ബസ്സിൽ അത് കൊള്ളാം. സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട്, നമ്മുടെ ടർക്കിഷ് ഗവൺമെൻറ്റിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് ഇപ്പോൾ കന്യാകുമാരി പിള്ളേരൊക്കെ ആയിട്ട് സ്കൂൾ ടൂർ, വൺ ഡേ ടൂറെല്ലാം വരാറുണ്ടല്ലേ. സൂ കാര്യങ്ങളൊക്കെ പോകാനായിട്ടെല്ലാം ഈ റോട്ടിലാണ് എല്ലാം ഇവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കാനും തിരിച്ച് നൈറ്റ് ഇവിടെ വന്ന് കഴിക്കാനെല്ലാം അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വന്ന് പോകാൻ വേണ്ടിയിട്ടില്ല, കാരണം സീറ്റിംഗ് പക്കയാണ്. നിങ്ങൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. താഴെയും മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിട്ട് നല്ല സീറ്റിംഗ് ആണ്, നല്ല ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല അതെ ഫുൾ AC ആണ് കേട്ടോ, ഫുൾ AC ആണ്. പിന്നെ സർവീസിങ് എല്ലാം പക്കയാണ്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്തതിന് നല്ല ഫലൂദയൊക്കെ ആണ് കേട്ടോ. പിന്നെ ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം മജീദ് ഭായിയോടൊപ്പം ഇർഫു കൊല്ലത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ഭായി കൊടുത്ത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.